വാർത്തയിലേക്ക് വിശദമായി. പൊതുവിദ്യാലയങ്ങളിലെ മികവിൽ മേനി പറയുമ്പോഴും വാദങ്ങളിലെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നതാണ് കാസർഗോഡ് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ. പ്രീ പ്രൈമറി ക്ലാസുകൾ ക്ഷേത്ര കെട്ടിടത്തിലും സ്റ്റാഫ് റൂം അസംബ്ലി ഹാളിലുമാണ് പ്രവർത്തിക്കുന്നത്. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ 2 ടോയ്ലറ്റുകൾ മാത്രമാണുള്ളത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണെന്നാണ് അധികൃതരുടെ അവകാശവാദം. എന്നാൽ കാസർകോട്ടെ മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പ്രീ പ്രൈമറി ക്ലാസുകൾ കഴിഞ്ഞ 2 വർഷത്തോളമായി പ്രവർത്തിക്കുന്നത് സമീപത്തായുള്ള ദണ്ഡൻ ദേവസ്ഥാന കെട്ടിടത്തിൽ. 45 അധ്യാപകരുള്ള സ്കൂളിലെ സ്റ്റാഫ് റൂം പ്രവർത്തിക്കുന്നത് അസംബ്ലി ഹാളിലാണ്. 1200ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2 ടോയ്ലറ്റ് മാത്രമാണ് ഉള്ളത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന തീരദേശ സ്കൂളിനോടാണ് സർക്കാരിൻ്റെ ഈ അവഗണന. ഈ സ്കൂളിൽ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നല്ല വിജയശതമാനം ഉണ്ട്. മറ്റ് മേഖലകളിലും സ്കൂൾ നല്ല പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ ആകർഷിച്ച് ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ എത്തുന്നതിനനുസരിച്ച് ഇവിടുത്തെ സൗകര്യം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ സൗകര്യം വിപുലീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റാഫ് ഈ പ്രത്യേകിച്ച് കടലോരത്ത് നല്ല കാറ്റുമഴ ഉണ്ടാകുമ്പോൾ വരെ അവർ പുറത്താണ് ഇരിക്കുന്നത്. വേനൽക്കാലങ്ങളിൽ കുട്ടികളെ മരത്തണലിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്താണെന്ന് വെച്ചാൽ നാട്ടുമ്പുറത്തുള്ള ഒരു ഇതായതുകൊണ്ട് ഇവിടെയുള്ളൊരു സാമുദായിക ക്ഷേത്രമുണ്ട്. അതിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെയാണെങ്കിൽ ആ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന ഫർണിച്ചർ ഇല്ല, എങ്കിലും ക്ഷേത്രത്തിലുള്ള ഫർണിച്ചറുകളൊക്കെ കൊടുത്തുകൊണ്ട് അവർ ക്ലാസ് ഭംഗിയായി നടത്തുന്നുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 1,35 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും 1 ഏക്കറിലധികം ഭൂമി വേണമെന്ന നിബന്ധനയിൽ നഷ്ടമായി. നിലവിൽ നാട്ടുകാർ മുൻകൈയെടുത്ത് വാങ്ങിയ ഭൂമി ഉൾപ്പെടെ 99 സെന്റ് സ്ഥലമാണ് സ്കൂളിനുള്ളത്. 100 വർഷം പഴക്കമുള്ള സ്കൂളിന്റെ പ്രവർത്തനം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും അധ്യാപകരും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇടുക്കി നെടുങ്കണ്ടത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ അടച്ചുപൂട്ടി. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ പ്രവർത്തിച്ചിരുന്ന കേരള ഹോട്ടലാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചത്. ഒരാഴ്ച മുൻപ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ആരോഗ്യവകുപ്പ് വൃത്തിഹീനമായ സാഹചര്യം ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അനുവദിച്ച കാലാവധി കഴിഞ്ഞിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിനാലാണ് ആരോഗ്യവകുപ്പ് വീണ്ടും പരിശോധന നടത്തി സ്ഥാപനം പൂട്ടാൻ നിർദ്ദേശിച്ചത്. തിരുവനന്തപുരം വാമനപുരം അമ്പലമുക്കിൽ കാറും ഫർണിച്ചർ കയറ്റിവന്ന മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ പിക്കപ്പും കിളിമാനൂർ ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന ചിറയിൻകീഴ് മുടപുരം സ്വദേശി ഹരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിക്കപ്പ് ഡ്രൈവർ ആലുവ സ്വദേശി നാസറിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വെഞ്ഞാറമൂട്ടിൽ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി ബാലഗ്രാം മാമ്മൂട്ടിൽ പിക്കപ്പ് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കോഴിമല സ്വദേശികളായ യദു, പ്രിയേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡിൽ നിന്നും സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങൾക്കിടെ 6 വാഹനങ്ങൾ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടു. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം. മലപ്പുറം മേലാറ്റൂർ ചെമ്മാണിയോട് സ്വകാര്യ ബസ് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 10ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മേലാറ്റൂർ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്നു ബസ്. കയറ്റത്തിൽ നിർത്തിയ ബസ് ബ്രേക്ക് നഷ്ടമായി 60 മീറ്ററോളം താഴേക്ക് ഉരുണ്ടിറങ്ങുകയായിരുന്നു. പിന്നിലെ ട്രാൻസ്ഫോമർ കണ്ട് ഡ്രൈവർ ബസ് ഒരു വശത്തേക്ക് വെട്ടിച്ചതോടെ മറിഞ്ഞു. ഡ്രൈവറുടെ ജാഗ്രതയാണ് വലിയ അപകടം ഒഴിവാക്കിയത്. കൊല്ലം കൊട്ടാരക്കര പുലമൺ കുന്നക്കരയിൽ വാഹനാപകടത്തിൽ 1 മരണം. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മാവടി സ്വദേശി സജുവാണ് മരിച്ചത്. കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ എതിർദിശയിൽ വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തൊടുപുഴ നഗരത്തിനും സമീപ പഞ്ചായത്തുകൾക്കും കുളിരായി മലങ്കര ജലാശയം. മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളമാണ് മലങ്കര ജലാശയത്തിൽ എത്തുന്നത്. വേനലിൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ ഉൽപ്പാദനം ഉയർത്തുന്നതിനാൽ മലങ്കര ജലാശയം ജലസമൃദ്ധമാകും.
തൊടുപുഴ നഗരത്തിലെയും അറക്കുളം, കുടയത്തൂർ, മുട്ടം, വെള്ളിയാമറ്റം, ഇടവെട്ടി, കരിങ്കുന്നം, ആലക്കോട് എന്നീ പഞ്ചായത്തുകളുടെയും പ്രധാന ജലസ്രോതസ്സാണ് മലങ്കര ജലാശയം. ജലാശയത്തിൽ നിന്ന് 100-ലേറെ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളമെത്തുന്നുണ്ട്. മലങ്കര അണക്കെട്ടിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളമാണ് തൊടുപുഴയാറിലും എത്തുന്നത്. തൊടുപുഴയാറിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് തൊടുപുഴ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും മണക്കാട് പഞ്ചായത്തിലും കുടിവെള്ളം എത്തിക്കുന്നത്. കൂടാതെ മലങ്കരയിൽ നിന്ന് ഇടത്, വലതുകര എന്നിങ്ങനെ 70 കിലോമീറ്ററോളം ദൂരമാണ് കനാലുകളിലൂടെ വെള്ളമൊഴുകുന്നത്. പെരുമുറ്റം കൂടി കോലാനി, മണക്കാട്, അരിക്കുഴ ഭാഗത്തുകൂടി ഒഴുകുന്ന വലതുകര കനാൽ വെള്ളം 27 കിലോമീറ്റർ ദൂരവും തെക്കുംഭാഗം ഇടവെട്ടി, കുമാരമംഗലം, കലൂർക്കാട് വഴി ഒഴുകുന്ന ഇടതുകര കനാൽ വെള്ളം 30 കിലോമീറ്ററിലധികം ദൂരവും ഒഴുകിയെത്തുന്നുണ്ട്. ഈ വെള്ളം ഒട്ടേറെ പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങളിലും കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കടുത്ത വേനലിൽ മറ്റ് ജലാശയങ്ങൾ വറ്റി ജനം കുടിവെള്ളത്തിന് പരക്കം പായുമ്പോൾ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരാകുകയാണ് മലങ്കര ജലാശയത്തിലെ വെള്ളം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കല്ലറ ഭരതന്നൂരിൽ സഹോദരൻ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കഴുത്തിലും കാലിലും കൈയിലും വെട്ടേറ്റ ഷീലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി സത്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 7:30-ഓടെയാണ് സംഭവം. കുടുംബ പ്രശ്നമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. ഇരുവരും തമ്മിൽ നേരത്തെയും വഴക്കുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് പാലം വഴിയുള്ള ഗതാഗതം 20 മുതൽ പൂർണ്ണമായും നിരോധിച്ചു. പാലത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിനാലാണ് ഗതാഗത നിരോധനം. നെടുങ്കണ്ടത്ത് നിന്നും കമ്പം, രാമക്കൽമേട് ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കല്ലാർ തൂക്കുപാലം വഴിയോ കോമ്പയാർ മുണ്ടിയിരുമ വഴിയോ തിരിഞ്ഞു പോകേണ്ടതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിനായി നിലവിലെ പാലത്തിന് അനുബന്ധമായി താൽക്കാലിക പാലം ഒരുക്കി. ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തിയ PT-7 എന്ന കാട്ടാനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘത്തിലെ ആദ്യ ടീം എത്തി. ഞായറാഴ്ചയ്ക്കകം കാട്ടാനയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വയനാട്ടിൽ നിന്നും ദൗത്യസംഘം എത്തിയതോടെ PT-7 പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കമായി. മയക്കുവെടി വെക്കുന്നതിനായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ഉടനെത്തും. നാളെ സ്ഥലപരിശോധനയും ആനയെ തളയ്ക്കാൻ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധനയും നടക്കും. ഇന്നലെ എത്തിയ വയനാട് ടീം രാവിലെ ഫീൽഡിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ആനയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ വന്നതിന് ശേഷമുള്ള അവലോകനം നടത്തിയ ശേഷം നമ്മൾ വരുന്നൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് മാക്സിമം സൺഡേക്ക് അപ്പുറം പോകാത്ത രീതിയിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. ദൗത്യത്തിനായി ഒരു കുങ്കിയാനെ കൂടി വയനാട്ടിൽ നിന്നും എത്തിക്കേണ്ടതുണ്ട്. ഇതിനുള്ള അനുമതി ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. എന്നാൽ ഇനിയും സാങ്കേതിക കാര്യങ്ങളിൽ കുടുങ്ങി നടപടി വൈകരുതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളെ വിശ്വസിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതിന് വഴങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥർ പെരുമാറുന്നെങ്കിൽ ആ രീതിയിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രക്ഷോഭം വീണ്ടും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കാറടച്ച് വെടിവെക്കുന്നതല്ല. മറിച്ച് പക്ഷേ ഈ വാർത്തകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഇനി അതിന് തയ്യാറാവില്ല, ഇനി ക്ഷമിക്കാനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നടപടികൾ പൂർത്തിയാകുന്നതുവരെ PT-7 ഉൾക്കാട്ടിലേക്ക് കയറാതിരിക്കാനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും RRT പട്രോളിംഗ് ശക്തമാക്കി. ഞായറാഴ്ചയ്ക്കകം PT-7 പിടികൂടാനാണ് ദൗത്യസംഘം ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായും അധികൃതർ പറഞ്ഞു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. പാലക്കാട് അകത്തേത്തറയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചെറാട് ഇല്ലത്ത് ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിലെത്തിയ കാട്ടാനക്കൂട്ടം മുറ്റത്തെ കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ചെറാടില്ലത്തെ ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 11:30-യോടെയാണ് 3 കാട്ടാനകൾ എത്തിയത്. മണിക്കൂറുകളോളം ഇവിടെ തമ്പടിച്ച കാട്ടാനക്കൂട്ടം തെങ്ങ് പിഴുതു, വാഴക്കൂട്ടം നശിപ്പിച്ചു, കടപ്ലാവ് മറിച്ചിട്ടു, ചുറ്റുമതിൽ തകർത്തു. മുൻപും കാട്ടാനകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആദ്യമാണെന്ന് ഡോക്ടർ മോഹൻകുമാർ. 3 കാട്ടാനകളാണ് വന്നത്. അത് CCTVയിൽ അറിഞ്ഞു.
3 കാട്ടാനകൾ കയറിയാണ് നശിപ്പിച്ച് 4 ഭാഗത്തും മതിൽ പൊളിച്ചിട്ടുണ്ട്. ഇത്രയും നാശനഷ്ടങ്ങളും ചെയ്തിട്ടുണ്ട്. കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വീട്ടിനകത്തോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പ്രദേശവാസികളാകെ ഭീതിയിലാണ്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് ഓമശ്ശേരിയിൽ കുളത്തിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വേനപ്പാറ കോൺവെന്റിൽ വളർത്തുന്ന പശുവാണ് ഇന്ന് രാവിലെ മേഞ്ഞു നടക്കവേ കുളത്തിൽ വീണത്. നാട്ടുകാരും മുക്കം ഫയർഫോഴ്സും ചേർന്നാണ് പശുവിനെ കരയ്ക്കെത്തിച്ചത്. വേനൽ തുടങ്ങിയതോടെ ജലക്ഷാമത്താൽ വലയുകയാണ് കൊട്ടാരക്കര നീലേശ്വരം സ്വദേശികൾ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചെങ്കിലും വെള്ളമെത്താത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലാണ്. കൊട്ടാരക്കര അമ്മൂമ്മമുക്ക് നീലേശ്വരം പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കുഴൽ കിണറുകൾ കുഴിച്ചിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല. വയോധികർ ഉൾപ്പെടെ കിലോമീറ്ററുകൾ താണ്ടി കുടിവെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയാണ്. കുടിവെള്ളം എടുക്കാൻ പോകുന്ന 1 കിലോമീറ്റർ ദൂരം ഞാൻ തുണി കഴുകാൻ പോകാൻ ഇറങ്ങിയതാ. ഈ വയ്യാത്ത മനുഷ്യരെ കൊണ്ട് ആണ്ട് ഈ കന്നാസും കൊണ്ടാ. ഈ കന്നാസ് ആ വയ്യാത്ത മനുഷ്യൻ ഒരേ കന്നാസ് വെള്ളം കൊണ്ടുവരും. എത്ര പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നമ്മളൊരു വീട് കഴിയുന്നത്. വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പ് ലൈനിലൂടെ വെള്ളമെത്തിച്ചാൽ ജലക്ഷാമത്തിന് പരിഹാരം കാണാനാകും. ജനപ്രതിനിധികളോട് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടിട്ടും ഫലമില്ലെന്നാണ് പരാതി. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഞങ്ങൾക്ക് കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾ 10 വർഷം കൊണ്ട് ഇങ്ങനെ വാടകയ്ക്ക് കഴിയുന്നു. വെള്ളമില്ലാഞ്ഞിട്ട് ഓണറുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ അടയ്ക്കുന്നുണ്ട്, ബില്ല് അടയ്ക്കുന്നുണ്ട്, ഞങ്ങൾക്കും കുടിവെള്ളം കിട്ടുന്നില്ല. കടുത്ത ജലക്ഷാമം നേരിടുന്നതിനാൽ പലരും സ്വന്തം വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ്. വീടുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണികളും പൈപ്പുകളും നോക്കുകുത്തിയായിട്ട് നാളുകളായി. കടുത്ത ജലക്ഷാമം നേരിടുമ്പോഴും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ബില്ലുകൾ മുടങ്ങാതെ എത്തുന്നു എന്നതും നാട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. ആറാട്ടുകുഴിക്ക് സമീപം ആരംഭിക്കാനിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആണ് പ്ലാന്റ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. കടകമ്പോളങ്ങൾ അടച്ചിട്ടു. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 16 കോടി രൂപ XD 236433 എന്ന ടിക്കറ്റിന്. പാലക്കാട് ടൗണിലെ മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം. ടിക്കറ്റ് വിറ്റത് S മധുസൂദനൻ എന്ന ഏജന്റാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 10 പേർക്ക് ലഭിച്ചു. മൂന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കും. കോഴിക്കോട്ടെ താമരശ്ശേരി ലോട്ടറി ഓഫീസിൽ നിന്നാണ് മൂകാംബിക ലോട്ടറി ഏജൻസീസ് ഉടമ മധുസൂദനൻ ടിക്കറ്റ് വാങ്ങിയത്. കൊച്ചി നഗരത്തിൽ തുടർച്ചയായ 2ാം ദിവസവും പ്രഭാത നടത്തത്തിനിറങ്ങിയ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. ഇന്ന് പുലർച്ചെ 5-ന് അഞ്ചുമനയിൽ വെച്ചാണ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിലെത്തിയ യുവാവ് മാല കവർന്നത്. മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകൾ ആഭരണങ്ങൾ ഒഴിവാക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് 18 പറഞ്ഞു. പുലർച്ചെ 5 മണിയോടെ മാമംഗലം നേതാജി റോഡിലായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ യുവാവ് വാഹനം ദൂരെ നിർത്തിയിട്ട ശേഷം അടുത്തെത്തി മാല ആവശ്യപ്പെടുകയായിരുന്നു. മാല നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കവർച്ചക്രിയായ ലില്ലി ന്യൂസ് 18 പറഞ്ഞു. പെട്ടെന്ന് ഒരാൾ വന്ന് കല്ലൂര് പോകാനുള്ള വഴി ചോദിച്ച് വഴി പറഞ്ഞു കൊടുക്കണതിൻ്റെ ഉള്ളിൽ സ്പ്രേ അടിച്ച്. അപ്പം ഞാൻ ഓടി ഇവിടെ വന്ന് അടുത്ത ഫ്ലാറ്റിൻ്റെ അവിടെ പിടിച്ച് വിളിച്ചപ്പോൾ ആരുമില്ല അവിടെ. അപ്പം അവൻ നടന്നു വന്നിട്ട് എൻ്റെ മാല കുത്തി പിടിച്ചിട്ട് വലിച്ചു പൊട്ടിച്ച്. ഞാൻ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യൂല, മാല തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ എളമക്കരയിലും സമാനമായ രീതിയിലുള്ള മാല പൊട്ടിക്കൽ നടന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ ന്യൂസ് 18 പറഞ്ഞു. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകൾ ജാഗ്രത പുലർത്തണം. ആഭരണങ്ങൾ ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 7 സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. 5 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. എളമക്കരയിലും അഞ്ചുമനയിലും മാല പൊട്ടിച്ചത് ഒരാൾ തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം. 30 വയസ്സിനടുത്ത് പ്രായമുള്ള ഇയാളുടെ അവ്യക്തമായ ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈകാതെ ഇയാളെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നതതല സംഘത്തെ നിയോഗിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വനം, റവന്യൂ, വൈദ്യുതി വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഭൂവിഷയങ്ങൾ പരിഹരിക്കാനാണ് ശ്രമം. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കൊപ്പം റവന്യൂ, ഫോറസ്റ്റ്, ഇറിഗേഷൻ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം, കുറ്റിയാർവാലി ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ 25-ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രഖ്യാപിത മുദ്രാവാക്യം നമുക്ക് കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാം. കാരണം പോളണ്ടിനെ കുറിച്ച്